വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അവതാ മിസ്സിന്റെ മക്കളെ എല്ലാവരും സ്ട്രക്ചർ ഓഫ് ദ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ ഒക്കെ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. MCQs ഉണ്ടായിരിക്കും, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കളെ നമ്മുടെ 9 CBSE മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇതല്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ പേര് പോലെ തന്നെ നമുക്കൊരു കേസ് തന്നിട്ടുണ്ടാവും. അതായത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, അത്യാവശ്യം നല്ലൊരു പാരഗ്രാഫ് ആയിരിക്കും, നമ്മളത് വായിക്കണം. അപ്പൊ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചില ഹിൻസ് കാര്യങ്ങളൊക്കെ ആ കേസിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വലിയ രീതിയിലുള്ള സൂചനയൊന്നും നമുക്ക് കിട്ടൂല, എന്നാലും നമ്മുടെ കോൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കേസ് കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ധാരണ ഈ ഒരു ചോദ്യത്തിനെ പറ്റി കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതാ നോക്കിയോ, റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മുടെ ചോദ്യം അല്ലെ. എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഓഫ് ആൻ ആറ്റം വിച്ച് ഡിറ്റർമിൻസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. For hydrogen z is equal to 1 because in hydrogen only one proton is present in the nucleus. Therefore, the atomic number is defined as the total number of protons present in the nucleus of an atom. The mass number is the sum of the total number of protons and neutrons present in the nucleus. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ മക്കൾ ഉറപ്പിച്ചു, ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതാ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. The diagram given below shows an atom of element Y. ഏത് എലമെന്റ് ആണ് പേരൊന്നും പറഞ്ഞിട്ടില്ല, പകരം എന്താണ് Y എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ Y എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ഡയഗ്രാം അല്ലെ, ആറ്റത്തിന്റെ ഒരു ഡയഗ്രാം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡയഗ്രാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ദാ സെന്ററിലുള്ളത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 20 പ്രോട്ടോൺസ് ഉണ്ട്, 20 ന്യൂട്രോൺസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ളത് K ഷെല്ലായിരിക്കും. അത് കഴിഞ്ഞ് L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്, അതാ N ഷെല്ലിൽ വരെ ആൾക്കാരുണ്ട്. അതൊക്കെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താ നോക്കാം. റൈറ്റ് ദ ന്യൂക്ലിയോൺ നമ്പർ ഓഫ് Y. Yയുടെ ന്യൂക്ലിയോൺ നമ്പർ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് ആൾക്കാർ ആരൊക്കെയാ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 20 പ്രോട്ടോണും ഉണ്ട്, 20 ന്യൂട്രോണും ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 40 അല്ലെ. അപ്പൊ 40 ആണ് നമ്മുടെ ന്യൂക്ലിയോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓൾറെഡി ഇത് അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ അയാൾക്ക് ഇതാ ഈ കേസ് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റൂ അല്ലെ. കാരണം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോന്നും എന്താണ് ഏതാണ് എന്നൊക്കെ, ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേസ് വായിക്കണം എന്ന് നമ്മളോട് പറയുന്നത്. അടുത്ത നോക്കിയേ, ഗിവ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Y. Yയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് എഴുതാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് Y എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. എത്ര അറ്റോമിക് നമ്പർ? ഇത് നോക്കിയേ നിങ്ങൾ, Yയുടെ പ്രോട്ടോണിന്റെ എണ്ണം 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആയിരിക്കും അല്ലെ. അപ്പൊ 20 വരുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18 വരെയുള്ള ആളുകളെ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കാരണം അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ ചെറിയ എക്സെപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ സിലബസിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനർജിയിലുള്ള സബ് എനർജി ലെവൽസ് വരുന്നുണ്ട്, അതായത് സബ് ഷെൽസ് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ മാറ്റം വരും എന്ന് പറഞ്ഞിട്ട് 19ാമത്തെയും 20ാമത്തെയും ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 20ാമത്തെ ആൾക്കാർ അത് അറിയുന്ന ആളുകൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അത് അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളാണ് മിസ് ഇത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അതെങ്ങനെയാ അങ്ങനെ എഴുതാന്ന്. അതിനിവിടെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു തരത്തിലും കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലെ. ഡയഗ്രത്തിൽ ഇതാ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത്. ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ K ഷെല്ലില് 2 ഇലക്ട്രോൺ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇതാ L ഷെല്ലില് 8 ഇലക്ട്രോൺ. അത് കഴിഞ്ഞിട്ട് M ഷെല്ലിൽ നിങ്ങൾ നോക്കിക്കേ 8 ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ദ N ഷെല്ലിലാണ് എത്ര ഇലക്ട്രോൺ ഉള്ളത്? 2 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ നമുക്ക് കിട്ടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8
2 എന്ന്. അപ്പൊ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞിട്ടുണ്ട്. ആ മാക്സിമം എന്ന് പറഞ്ഞാൽ അതുവരെ പോവാന്ന് അത്ര തന്നെ വേണമെന്നൊന്നും അല്ല അല്ലെ. അത് മാത്രമല്ല ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആണെങ്കിലാണ് സ്റ്റെബിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ ഇതൊന്നും അറിയാത്ത ആൾക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എഴുതുമ്പോഴേ ഈ സ്ട്രക്ചർ പോലും നോക്കാതെയാണ് എഴുതിയതെങ്കിൽ ചിലപ്പോൾ എങ്ങനെ എഴുതും, 2 8 കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് 10 എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് മിസ് വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പൊ ന്യൂക്ലിയസിന്റെ പുറത്തുനിന്ന് നിങ്ങൾ ഓരോ ഷെല്ലിലായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയാൽ തന്നെ ഈ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യുക ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അടുത്ത നോക്കാം. Atom Y loses electrons to form a positive ion with a noble gas electronic configuration. How many electrons did Y loses? എത്ര ഇലക്ട്രോൺസിനെ Y നഷ്ടപ്പെടുത്തണം എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം Y എന്ന് പറയുന്ന ഒരാള് സ്റ്റേബിൾ ആണോ? അല്ല, സ്റ്റേബിൾ അല്ല. കാരണം Yയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഗെയിൻ ദാ ഇവിടെ എഴുതുവാണെങ്കിൽ 2 8 8 2 എന്നാണ് അല്ലെ. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രകാരം ഒന്നുകിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ് 8 ഇലക്ട്രോൺ ആക്കണമല്ലോ. അപ്പൊ ഒന്നുകിൽ ഇത് എന്ത് ചെയ്യണം, ഈ 2 ഇലക്ട്രോണിന് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പ്രകാരം നമുക്കറിയാം 6 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യലൊന്നും നടക്കില്ല. ചെറിയ നമ്പറാണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇയാൾ എപ്പോഴും എന്താ ചെയ്യുക, ഈ 2 ഇലക്ട്രോൺ ആർക്കെങ്കിലും അങ്ങ് കൊടുക്കും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഡൊണേഷൻ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് അയോൺ എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് Y എന്ന് പറയുന്ന ഒരാള് എന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോണിനെ, ഞാനാണ് Y, ഞാൻ എന്ത് ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. ഞാൻ കൊടുത്തതാ, മനസ്സറിഞ്ഞ് കൊടുത്തതാ. അപ്പൊ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഡൊണേറ്റ് ചെയ്തു. സോ എനിക്ക് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. എത്ര പോസിറ്റീവ് ചാർജ് വരും എനിക്ക്? ഞാൻ എത്ര ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം? നിങ്ങൾ ആലോചിക്കുക, 1 കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, 2 എണ്ണത്തിനെ ഞാൻ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ആ 2 ഇലക്ട്രോണിനെ കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്കൊക്കെ ഞാൻ പോവുള്ളൂ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവുള്ളൂ അല്ലെ, സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് ഞാൻ പോവുള്ളൂ. ഓക്കെ, അപ്പൊ Y2+ എന്ന് പറയുന്ന ഒരു അയോൺ ആയിട്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ പോസിറ്റീവ് അയോൺ. ആ പോസിറ്റീവ് അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാ പറഞ്ഞേ. അപ്പൊ പോസിറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ Y2+ ആണ് അല്ലെ. 2+ അല്ലേ, 2 പേരല്ലേ കൊടുത്തത്. അപ്പൊ എത്രയാവും, ഈ 2നെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടതാണ്. അപ്പൊ 2 8 8 എന്നായി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി, സ്റ്റേബിൾ ആയി അല്ലെ. അതായത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 18 ഉള്ള ഒരാള് നമ്മുടെ ആർഗൺ ആണ്. ആർഗണിന്റെ കോൺഫിഗറേഷനിലേക്ക്, നോബിൾ ഗ്യാസ് ആണ് ആർഗൺ എന്ന് പറയുന്നത്, ആ ഒരു കോൺഫിഗറേഷനിൽ ഇയാൾ മാറുവാണ് ചെയ്യുന്നത്. Y എന്ന് പറയുന്ന ആള് മാറുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ നോക്കി. ഇവിടെ ABCD 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? 4 ക്വസ്റ്റ്യൻസോ 4 നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം വരാട്ടോ. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസിൽ തന്നെ ഈ പറയുന്ന പോലെ 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എത്ര ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 4 മാർക്സ് ആണ് കേട്ടോ. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലോങ് ആൻസർ 5 മാർക്സിന്റെതും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വരും എന്ന് മിസ് പറഞ്ഞില്ലേ. അപ്പൊ വേറൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം മിസ്, നോക്കണേ. An atom of an element has 2 electrons in the M shell. Okay, 2 electrons in the M shell. What will be the atomic number of this element? Name this element. Find the valency of this element. കണ്ടോ, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആകെ കൂടെ തന്നിരിക്കുന്നത് എന്താണ്? M ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ആളായിക്കോട്ടെ. ഇപ്പൊ ഞാനിവിടെ X എന്ന് എടുത്തു. അപ്പൊ X എന്ന് പറയുന്ന ഒരു എലമെന്റ്. അപ്പൊ എലമെന്റിനെ നമുക്കറിയാം ആറ്റത്തിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഷെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് K ഷെല്ലിലാണ് അല്ലെ. അപ്പൊ K ഷെല്ല് ഫില്ലായി, അത് കഴിഞ്ഞ് L ഷെല്ല് ഫില്ലായി അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, എമ്മിലേക്ക് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എമ്മില് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലിൽ എത്ര ഉണ്ട് എന്നാണ്? 8 ഉണ്ട് എന്നാണ്. ഇതുവരെ വേറെ വലിയ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. എല്ലിൽ 8 പോകുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം K ഷെല്ലിൽ എത്രയായിരിക്കും? അതിന്റെ തൊട്ട് മുമ്പുള്ള K ഷെല്ലിൽ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ 2 8 2 എന്ന് പറയുന്നതായിരിക്കും X എന്ന് പറയുന്ന ആളുടെ എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടൂലേ? ടോട്ടൽ അല്ലെ, ടോട്ടൽ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി. ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 + 8 + 2 അല്ലെ. അതായത് 12 ഇലക്ട്രോൺസ് ആണ്. 12 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? പ്രോട്ടോൺസ് അല്ലെ. അതും എത്രയാണ്? 12 ആണ്. വിച്ച് ഈസ് ഫർദർ ഈക്വൽ ടു നമുക്കറിയാം, നമുക്ക് ഓൾറെഡി
ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അറ്റോമിക് നമ്പർ. ഞാൻ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയേ ഉള്ളൂ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ എത്രയാന്ന് കിട്ടിയടാ? എക്സ് എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ എത്രയാന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. അപ്പൊ 12 ആണ് അറ്റോമിക് നമ്പർ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ആരാണ്? നമ്മുടെ മെഗ്നീഷ്യം ആണ് അല്ലെ. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ ആയിരുന്നു 12 എന്ന് പറയുന്നത്. അപ്പൊ തീർന്നിട്ടില്ല, അവിടെ ചോദിച്ചിട്ടുണ്ട് നെയിം ദിസ് എലമെന്റ്. നമ്മൾ പറഞ്ഞു മെഗ്നീഷ്യം ആണെന്ന്. ഫൈൻഡ് ദ വാലൻസി ഓഫ് ദിസ് എലമെന്റ്. അപ്പൊ അറ്റോമിക് നമ്പർ ചോദിച്ചു, അറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? അറ്റോമിക് നമ്പർ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചത് ആരാണെന്നുള്ളതാണ്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. മെഗ്നീഷ്യം ആണ് അല്ലെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ വാലൻസി ഓഫ് ദിസ് എലമെന്റ് എന്നാണ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാ? മെഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാ? പറഞ്ഞേ, എത്രയാ വാലൻസി? ദാ മെഗ്നീഷ്യം, ഇതാണ് നമ്മുടെ മെഗ്നീഷ്യം അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയേ ഉള്ളൂ. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ കേസിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇതാ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത്. ആ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് യെസ് ഇതിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോസ് സംഭവിക്കണം. എന്നാൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ 6 ഇലക്ട്രോണൊന്നും ആരും ഇതിന് കൊടുക്കില്ല. ചെറിയ നമ്പറാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ വാലൻസിയും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? റെഡി? അപ്പൊ അതാ അതേപോലെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ വരും, നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഞാൻ വരും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ടു വിൽ ബി കെമിക്കലി മോർ റിയാക്റ്റീവ്? എലമെന്റ് എക്സ് വിത്ത് അറ്റോമിക് നമ്പർ 16 or y with atomic number 17. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരാൾ, ഞാൻ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞുതരാം, ജസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ 16 ആണ്, y എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, വാലൻസി എഴുതുക. അപ്പൊ ഇതിൽ ആരായിരിക്കും കൂടുതൽ റിയാക്റ്റീവ്, അതായത് റിയാക്ടിവിറ്റിയിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിയാക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടാൻ ചാൻസ് ഉള്ള ആൾ ആരാണ്? അതാണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. നാൻസി ബീസിലുള്ള എല്ലാ മക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരോടും കമന്റ് ചെയ്യാനും പറയാം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.